പൂസ എടാ നിനക്ക് എപ്പോഴും മൊബൈൽ കാണൊക്കെ ഉള്ളോ? എടാ നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടായോ? കവമ്മ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. മോനെ നോക്കി വായിര്. കവമ്മ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്താ? എടാ നീ 5 മിനിറ്റ് മുമ്പല്ലേ ഭക്ഷണം കഴിച്ചത്? കവമ്മ എനിക്ക് എന്നാലും വിശക്കുന്നു. നിനക്ക് പഠിക്കാൻ നേരത്തെ ഉള്ളല്ലേ വിശപ്പ്? മൊബൈൽ കാണുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പൂസ എടാ രാത്രി 11 മണി കഴിഞ്ഞടാ, നിനക്ക് ഇനി ഉറങ്ങണ്ടായോടാ? ഈ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാ മതിയോ നിനക്ക്? കവതമ്മ 11 മണിയല്ലേ ആയുള്ളു, ഞാനൊരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് വരാം. കവതമ്മ പോയിക്കോ. കവതമ്മ എച്ച് കഴിഞ്ഞ് പഠിച്ചാ പോരെ? 8 മണി ആയതേ ഉള്ളു. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴാണല്ലോ ഉറക്കം വരുന്നത്. അല്ലെങ്കിൽ നീ 11 മണി വരെ ഇരിക്കുമല്ലോ. കുറച്ചുകൂടെ പഠിക്കണം അങ്ങോട്ട്. ഡേർക്ക ഇങ്ങനെ കൂനി പിടിച്ചിട്ട് മൊബൈൽ കാണാതെ ആ മുറ്റത്ത് വരുന്നല്ലോ കളിക്ക്. ശരീരം ഒന്ന് അനങ്ങട്ടെ. എടാ എന്തുവാടാ നീ ഇരുന്ന് ഞെളിവരി കൊള്ളുന്നത്? മക്കൾക്കൊല്ല വയ്യായോ? കവതമ്മ 5 മിനിറ്റ് അതിലേ പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അവിടെയൊക്കെ പോയി ഒന്ന് നടന്നിട്ട്. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴേ ഉള്ളല്ലോടാ ഈ ഞെളിവിരി കൊള്ളക്കം. മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് യാതൊരു ഞെളിവിരി കൊള്ളക്കോ ഇല്ലല്ലോടാ. ആ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കടാ. എടാ ഇങ്ങനെ ഇരുന്ന തലവേദന എടുക്കും ചെറുക്കാ. എനിക്ക് തലവേദന എടുക്കത്തില്ല, കവതമ്മയ്ക്ക് മൊബൈൽ ഉള്ളതുകൊണ്ടാണോ തലവേദന എടുക്കുന്നത്? 5 മിനിറ്റ് കൊണ്ട് ബുക്ക് വായിക്കുക, കവതമ്മ എനിക്ക് തലവേദന എടുക്കുന്നു. നിനക്ക് മൊബൈലിനകത്തിരുന്ന് കുത്തുമ്പോൾ ഒരു തലവേദന ഇല്ലല്ലോ. ബുക്ക് വായിക്കുമ്പോഴേ ഉള്ളൂ നിനക്ക് തലവേദന.